opening prayer, I would like to invite Mariama John Umchi. വിശ്വസനായ വാഴ്ത്തപ്പെട്ട സദസ്യരാവേ ഈ നല്ലായി എന്നിലേക്ക് പഠിപ്പിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവമായ കർത്താവേ എന്നെ പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവമാകുന്നു കർത്താവേ അനുഗ്രഹിക്കണമേ സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Romans chapter 15 verse 7. Now, to officially welcome everyone gathered here, I would like to welcome PG Babu uncle. ഇന്നത്തെ ആരാധന കരോട് സംഘം ഒന്നിച്ച് കൂടുവാനും അതിലൊക്കെ സംബന്ധിക്കാൻ വന്ന നല്ല സമയത്തിനായി ദൈവത്തിന് സ്തുതിയും പ്രോത്സാഹിപ്പിക്കുന്നു. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഗ്രാമക്കാരി ബഹുമാനപ്പെട്ട ഡേവിസ് ജോസഫ് അച്ഛനും ഞാൻ ഇടവരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അച്ഛൻ്റെ മമ്മി പപ്പയിൽ നിന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. 2-3 ആഴ്ച കാലമായിട്ട് ഇടവയിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരെ ഞാൻ ആർദ്രവുമായി ഇടവരുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു.
പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-4 വരെ. മീഖ ചാപ്റ്റർ 5 വേഴ്സസ് നേരെ വാടക പോകുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ Psalms 96 verse 1 says, Thank you.
We move to the presidential address. For that, I would like to invite our respected Achan. പാട്ടുകളൊക്കെ പാടുകയും ക്രിസ്തു നമുക്ക് വേണ്ടി ജാതനായ എന്നുള്ള ഈ വലിയ രക്ഷയുടെ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുവാനൊക്കെയാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു കഥ പറയാം, ഒരു ചെറിയ കഥയാണ്. അത് ഹൗ ഗ്രിഞ്ച് സ്റ്റോൾ ദ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു കഥയാണ്. 1957 ഡോക്ടർ സ്യൂസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയത്. ഞാൻ ആ സ്റ്റോറി വായിച്ചിട്ടില്ല, പക്ഷെ അത് ആ ബുക്കിനെ കുറിച്ച് മോത്തി വർക്കിയച്ചൻ എഴുതിയ ഒരു പുസ്തകം ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ കഥ ചുരുക്കമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കഥയില് മലമുകളിൽ ഒരു ഗ്രിഞ്ച് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. ഗ്രിഞ്ച് എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. ഈ ഗ്രിഞ്ച് എന്ന് പറയുന്ന ആൾ ക്രിസ്മസ് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കുന്നവരൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അദ്ദേഹം മലമുകളിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കാണാൻ സാധിക്കും. ഒരുപാട് പേര് നമ്മളെ പോലെ ഇതുപോലെ സുന്ദരമായി ലൈറ്റ് ഇട്ടു. ജോബിൻ ഭയ്യെ പോലെ ഒരാളുണ്ടായിരുന്നു, സുന്ദരമായി ലൈറ്റ് ഒക്കെ ഇട്ടു. പിന്നെ നമ്മുടെ യുഎൻഎസ്ഒക്കെ അങ്ങനെ പോലെ ഇവിടെ പുൽത്തൊഴുത്തുണ്ടാക്കി ചെയ്തു, എന്താ പറയുക, ഇതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു, ലൈറ്റ് ഇട്ടു, എന്താ പറയേണ്ടത്, അങ്ങനെ കേക്ക് മുറിക്കുന്നു, ആഘോഷിക്കുന്നു, പാട്ടുകൾ പാടുന്നു. അപ്പോൾ ഇദ്ദേഹം മോളിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഈ ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും ഇവരുടെ സന്തോഷം കളയണം. നേരത്തെ നിങ്ങളെല്ലാം ഇരുന്നത് പോലെ ചത്തിരിക്കണം ആൾക്കാർ. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ഈ ഗ്രിഞ്ച് എന്ന് പറയുന്ന ആൾക്കുണ്ടായിരുന്നു. ഇവിടെ ഗ്രിഞ്ച് ഉണ്ടോ? അല്ലെ, മറ്റുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോഴത്തേക്കാണ് ഇച്ചിരി പണി കൊടുത്തേക്കാം. എനിക്കറിയത്തില്ല, നമ്മളതിനെ ചിന്തിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രിഞ്ച് എന്ന് പറയുന്ന ആൾക്ക് ദേഷ്യം കയറി. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ആൾക്കാരുടെ കയ്യിലുള്ള എല്ലാം നമുക്ക് മോഷ്ടിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പം ഇവരുടെ ക്രിസ്മസ് ട്രീയും ഇവരുടെ ലൈറ്റും ഇവരുടെ ഡെക്കറേഷൻസും കേക്കും ഒക്കെ മോഷ്ടിച്ചാൽ പിന്നെ ക്രിസ്മസ് ഉണ്ടോ? ഇല്ല അല്ലെ, ക്രിസ്മസ് ഇല്ല അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ക്രിസ്മസ് ഫാദറിന്റെ ഡ്രസ്സൊക്കെ ഇട്ടു. ഇവിടെ നമ്മൾ ഐസൊക്കെ ക്രിസ്മസ് ഫാദർ ആയത് അതുപോലെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് താഴ്വണയൊക്കെ വൈകിട്ട് കെട്ടി രണ്ടോട്ട് ഇളകിപ്പോയാലും അല്ലെ, കെട്ടിയൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് അല്ലെ ഡെക്കറേറ്റഡ് ആയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ക്രിസ്മസ് ഫാദർ പോകുന്ന വണ്ടിയുടെ പേരെന്തുവാ? അത് നമ്മുടെ ക്രിസ്മസ് ഫാദർ പോയ വണ്ടി, അതിന്റെ നമ്മളുണ്ടായിരുന്നു. ഒറിജിനൽ ക്രിസ്മസ് ഫാദർ പോകുന്ന വണ്ടിയുടെ പേരെന്തോ? സ്ലേ എന്ന് പറയുന്നത്. ആ വണ്ടിയല്ല, സ്ലേ ആണ്. അപ്പൊ സ്ലേ പോവാ. സ്ലേ അദ്ദേഹം പണിതു, കഴിയും കൊണ്ടൊക്കെ പണിതെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടില് ഈ പോകുന്ന വാഹനം ഏതാണ്? അതിന് വാഹനത്തിന് മുമ്പിൽ ഒരു ജീവിയുണ്ട്. ജീവിയുടെ പേരെന്തുവാ? കുതിരയോ? ആ, റെയിൻഡിയർ. കുതിര എന്നൊക്കെ സുൽത്താനൊന്നുമല്ല, പാവം. അപ്പം എന്താ പറയണ്ടേ, ഒരു റെയിൻഡിയറിനെ കിട്ടിയില്ല പുള്ളി. ഇവരുടെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ ശാലിയാണ്ടിയുടെ വീട്ടിലുള്ള പിച്ചുവിനെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? പിച്ചുവിനെ കണ്ടാൽ തോന്നത്തില്ല. അപ്പം റെയിൻഡിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കൊമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ഒക്കെ, അതിനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ക്രിയേറ്റിവിറ്റി ഉള്ള. അപ്പം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എന്തായാലും പട്ടിയെ റെയിൻഡിയർ ആക്കി അദ്ദേഹം സ്ലേ ഉണ്ടാക്കി അദ്ദേഹം മലമുകളിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ. എന്നിട്ട് അദ്ദേഹം രാത്രി അവിടെ എത്തി. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഓടും അവിടുത്തെ ചിമ്മിനി വഴിയൊക്കെ ഇറങ്ങി വന്ന് അവിടെ ഇരിക്കുന്ന ട്രീയെ, ലൈറ്റ്, കേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് സ്ലേയിലോട്ട് എടുത്ത് വെക്കുക. അപ്പൊ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുട്ടി അദ്ദേഹത്തെ കണ്ടു, ഒരു കൊച്ചു പെൺകുട്ടി. ചോദിച്ചു, ക്രിസ്മസ് ഫാദർ എന്തിനാ എന്റെ ട്രീ എടുത്തോണ്ട് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോളെ പേടിക്കണ്ട, ഇതിന്റെ മുകളിൽ ഒരു സ്റ്റാർ ഇരിപ്പുണ്ട്, ആ സ്റ്റാർ കേടായ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ ക്രിസ്മസ് ഫാദർ എന്താ പറയേണ്ടത്, ഇത് പറയുന്നത് കേട്ടിട്ട് കുഞ്ഞ് വിശ്വസിച്ചു. കുഞ്ഞ് പറഞ്ഞു, ഓക്കെ ക്രിസ്മസ് ഫാദർ കൊണ്ടുപോയിക്കോ, ഞാൻ സാറിനെ കൊണ്ടുപോയിക്കോ, എന്താ പറയുക, നാളെ തന്നെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഓക്കെ കൊണ്ടുതരാം. പക്ഷെ ഈ കോൺവെർസേഷൻ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഉണ്ടായി. അദ്ദേഹം ഇത്ര ഇന്നസെന്റ് ആയ ഒരു കുഞ്ഞിനെ ഞാൻ ഇതിനെ കളിപ്പിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? മലയിലോട്ട് യാത്ര ചെയ്തു ഈ സാധനങ്ങൾ കൊണ്ട്. മലമുകളിലെത്തി. അടുത്ത ദിവസം വൈകുന്നേരം താഴോട്ട് നോക്കുകയാണ്. അദ്ദേഹം നോക്കുമ്പോഴും അവിടെ ട്രീ ഇല്ല, ലൈറ്റ് ഇല്ല, സ്റ്റാർ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആൾക്കാർ അവിടെ ഒരുമിച്ച് നിന്ന് പാടുന്നുണ്ട് അതേ പാട്ടുകൾ. They are celebrating the very same Christmas again and again. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം 2 വട്ടം വലുതായി എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വരിയുണ്ട്. വരി എനിക്ക് ഫുൾ ലാസ്റ്റ് വരി പ്രകാരമാണ്. ക്രിസ്മസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ഫ്രം എ സ്റ്റോർ. ഒരു കടയിൽ കിട്ടി വാങ്ങിക്കുന്ന ഒന്നല്ല എന്ത് ക്രിസ്മസ്. And he realized that Christmas exists when we hold hands together and sing together in fellowship.
കൂട്ടായ്മയിൽ കൈകൾ കോർത്ത് പിടിച്ച് പാടുന്നതാണ് എന്തുള്ളത്? ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആദ്യമൊക്കെ നിങ്ങളും സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ ദൂരത്തുള്ള മക്കളൊക്കെ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇത്രയും കാലം നമുക്ക് കൈകൾ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഇപ്പോൾ കൈകൾ പിടിക്കാൻ പറ്റും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും, ഒരുമിച്ചിരുന്ന് കൊച്ചുവർത്താനം പറയാൻ പറ്റും, അല്ലെ? ഇതെല്ലാം പറയുവാൻ തക്കവണ്ണം, ഒരുമിച്ച് കൈ കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൂരത്തുള്ള മക്കളെല്ലാം നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ക്രിസ്മസ് അത് അവിടെയാണ് സ്പെഷ്യൽ ആകുന്നത്, അല്ലെങ്കിൽ ക്രിസ്മസ് സ്പെഷ്യൽ ആകുന്നത്. ക്രിസ്മസ് അത്രമേ ഉള്ളൂ. ശരിക്കും വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ വി ക്യാൻ സീ, നമ്മൾ ആദ്യം കാണുന്ന ഒരു നക്ഷത്രം പോകുന്നു, അല്ലേ? നക്ഷത്രത്തിന്റെ കൂടെ എന്തോ പോകുന്നത്? നക്ഷത്രം പോകുന്നു, അതിനെ കണ്ടോണ്ട് ആരാ പോകുന്നത്? വിദ്വാന്മാർ പോകുന്നുണ്ട്. A celestial object is traveling, and looking at that celestial object we see through three human beings. അതിനോടൊപ്പം സഞ്ചരിക്കുകയാണ് കൈകൾ കൊടുത്ത്, അല്ലെ? ഒരു വലിയ നക്ഷത്രവും ഈ സാധാരണ മനുഷ്യരും കൈകൾ കൊടുത്ത് സഞ്ചരിക്കുകയാണ്. മാലാഖമാരും പിന്നെ അവരുടെ കൂടെ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് മുമ്പിലുള്ള ആരാ? ആട്ടിടയരാണ്, അല്ലെ? അവർ ഒരുമിച്ച് പാടുകയാണ് കൈകൾ കോർത്ത്. ക്രിസ്തു ജനിച്ചു കിടക്കുന്നത് എവിടെയാണ്? കാലിത്തൊഴുത്തിലാണ്. അവിടെ ക്രിസ്തുവും ഏറ്റവും വള്ളറകളായിരിക്കുന്ന മൃഗങ്ങളും ഒരുമിച്ച് കൈകൾ കോർത്ത്, അല്ലെ, അവിടെ രക്ഷയുടെ പുതിയ സുവിശേഷം ലഭിക്കുകയാണ്. ദാറ്റ് ഈസ് ക്രിസ്മസ്. അതുകൊണ്ട് ക്രിസ്മസ് ഇസ് നോട്ട് എ ബിഗ് തിങ്, വലിയ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ അങ്ങോട്ട് നോക്കി ചിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ക്രിസ്മസ്. എന്റെ സന്തോഷത്തിൽ നിങ്ങളും സന്തോഷിക്കുന്നുണ്ട്, എന്റെ സങ്കടത്തിൽ എന്റെ നിങ്ങൾ പരസ്പരമുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ പരസ്പരം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ക്രിസ്മസ്. അതിനപ്പുറം ഒന്നും ക്രിസ്മസിന്റെ മെസ്സേജ് ഇല്ല എന്നല്ലേ ഞാൻ അടുത്തതിനേക്കാൾ വലിയ കാര്യം ജോലി പറയും. എന്നാലും that is what I want to convey. That is Christmas, what I have understood. Is taken from the book of Epistle written by Paul to Timothy. 2 Timothy 2 अध्याय 8 से लेके 13 तक. यीशु मसीह को स्मरण रख, जो दाऊद के वंश से हुआ और मरे हुए में से जी उठा. यह मेरे सुसमाचार के अनुसार है, जिसके लिए मैं कुकर्मी की नाई दुख उठाता हूँ, यहाँ तक कि We as Greenwoods are wishing to present a song on the carol service side. A song titled Tunakunjana Wimbo, which is a Swahili song, a language widely spoken in Tanzania and Kenya. These words mean, we come with a song. Through this song, we express how we come before God, not empty-handed, but with music, joy and praise. It reminds us that Christmas, we too come with a song in our hearts, celebrating the birth of Jesus, the gift of hope, peace and salvation. Just like the shepherds and angels who praise God, this song invites us to worship Him with joyful voices and grateful hearts. Tuna kuzi na wimbo,
Today, a Savior has been born to you, says Luke chapter 2, verse 11. Once again, let us rejoice through carols sung by our church choir.
और एक खासियत ये है कि ये गीत के रूप में है और भोजपुरी एक गीत मसीह गीत है और एक क्रिश्चियन सॉन्ग है और क्रिसमस से संबंधित है। मैंने जो पवित्र आत्मा मुझे और आपको समझाया इसके द्वारा तो कुछ हिंदी में भी इसका जो मिश्रण किया हुआ ट्राई किया है, ध्यानपूर्वक प्रार्थना पूर्वक हम सुनेंगे। एक बच्चा जब जन्म होता है एक घर में, घर का माहौल बहुत खुशी का रहता है। यहाँ पर भी एक अद्भुत अलौकिक बच्चा के बारे में लिखा हुआ है कि बेथलेहम नगरिया में जन्मा एक बबुआ, बबुआ मतलब लड़का छत्तीसगढ़िया में या बेटा। बेथलेहम नगरिया में जन्मा है एक बबुआ जो वो तारनहारा है, वो पालनहारा है। बेथलेहम नगरिया में जन्मा एक बबुआ, बेथलेहम नगरिया में जन्मा एक बबुआ, वो तारनहारा है, वो पालनहारा है, वो तारनहारा है, वो पालनहारा है। बेथलेहम नगरिया में जन्मा एक बबुआ, वो तारनहारा है, वो पालनहारा है, वो तारनहारा है, वो पालनहारा है। इस बात को सुनकर हेरोदेस राजा जो है वो झुंझला जाता है और उसके मन में एक घबराहट होती है, अरे ये कौन सा बच्चा पैदा हो गया मेरे रहते हुए। और कोई जो है बच्चा जो राजा पैदा होगा कोई अमीर महल में ही पैदा होगा ना, कोई गरीब गुरबा के घर में तो नहीं होगा। बतिया सुन जब हेरोदेस घबरा गयो मनवा, बतिया सुन जब हेरोदेस घबरा गयो मनवा। ये कौन बाबा जग में हम से निराला है, ये कौन बाबा जग में हम से निराला है। वो तारनहारा है, वो तारनहारा है, वो तारनहारा है, वो तारनहारा है। जब हेरोदेस के पास आए लोग जो उनके साथ में जा रहे थे ज्योतिषी से, ज्योतिषियों ने महल में जाकर पूछता है कि राजा का जन्म कहाँ हुआ। देखो एक अलौकिक तारे के पीछे लोग चल रहे थे और जब ध्यान भटक गया अपनी बुद्धि के अनुसार राजा का पूछने जा रहा है कि राजा क्या। हम देखें कि राजा जो क्रोधित हुआ और उसके बाद बोलता है अरे भाई तुम कहाँ से आए हो, कैसे आए हो और क्यों आए हो। तो बोलता है कि एक राजा का जन्म हुआ है और बतिया सुन जब हेरोदेस घबरा गयो मनवा। ये कौन बाबा जग में हम से निराला है, ये कौन बाबा जग में हम से निराला है। राजा बोलता है कौशल स्किलफुली उसको बोलता है अरे भाई आप लोग जाओ साथी से जाओ, आओ तुम्हारा राजा को यहाँ देखते हो, जाकर मेरे को भी बताना और तेरे राजा को मैं भी जाकर धन्यवाद करूंगा। कर गए तुम आकर खबर देना, कर गए तुम आकर खबर देना। हम बेगर शंकरी हो हमरा राजा हो, हम बेगर शंकरी हो हमरा राजा हो। बबुआ का नाम जो है इमानुएल रहना। अब आपसे मैं पूछता हूँ इमानुएल का नाम का अर्थ क्या है? परमेश्वर हमारे साथ। और उसके बाद जो है ये बबुआ क्या खाएगा इसके बारे में लिखा है। यशायाह 7:15 में लिखा है वो मक्खन
प्रकाशित वाक्य में जो है यूहन्ना जो है पतमुस टापू में इसका जो दर्शन करता है वो बोलता है ईसाई साहब कंज्यूमिंग फायर। वो आज भी जो है लहू का कपड़ा लिए लपेटा पता के दाहिने हाथ में बैठा है और उस लहू के कपड़े में लिखा है राजाओं का राजा प्रभुओं का प्रभु। उसके जान में लिखा है किंग ऑफ किंग्स एंड लॉर्ड ऑफ लॉर्ड्स। तो जब आएगा एक समय में उसके पास कांटों का ताज मनुष्यों ने दिया। अब वो शहरों का ताज बनकर राजाओं का राजा जो हमारा दुल्हा है वो हमारी इसकी दुल्हा उसकी दुल्हन है वो हमको लेने आ रहा है। हालेलुया। तो यीशु का परिचय दिया। आमीन। I would like to invite our loving Joel S. Abraham for his message. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ബഹുമാനപ്പെട്ട ഡേവി സച്ചിൻ, ഇടവക അംഗങ്ങൾ, മാതാപിതാക്കളെ, സഹോദരി സഹോദരൻ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് ഒരു പുതുക്കത്തിന്റെ ഒരു അനുഭവമാണ്, എപ്പോഴും ഒരു മാറ്റമാണ്. എന്നാൽ ക്രിസ്മസ് എവറിത്തിങ് വാസ് നോട്ട് ഓക്കെ. എല്ലാം ഓക്കെ ആയിരുന്നില്ല ക്രിസ്മസ്. അച്ഛനോട് പറഞ്ഞു എല്ലാവരും ദുഃഖിതരാണ്, ഒരു സന്തോഷം ഇല്ലാതെയായിരിക്കുന്നത്. അന്നേരം ഞാൻ ഓർത്തത് അവിടെ ആ ജനന സമയത്ത് ഏറ്റവും ദുഃഖിച്ചതായ ഹെരോദാവിന്റെ അവസ്ഥയിലായിരുന്നു പലരും ക്രിസ്മസിൽ ജീവിക്കുന്നത്. അന്നേരം ഹെരോദാവ് ഒത്തിരി ദുഃഖിച്ചു. എന്തിനാണ്? എന്റെ ഇടം നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്തയിൽ. അന്നേരം ക്രിസ്മസ് നമ്മൾ പറയുമ്പോഴും അവിടെ ഒരു ഇറ്റ് വാസ് നോട്ട് ഓൾ ഓക്കെ. ഒരു വെളിച്ചമില്ലായിരുന്നു, അല്ലെങ്കിൽ ലൈറ്റുകൾ ഇല്ലായിരുന്നു, ഒരു ഡെക്കറേഷൻസ് ഇല്ലായിരുന്നു. ഒരു കാലിത്തൊഴുത്തിൽ ഏറ്റവും താന്ന ഇടത്താണ് ക്രിസ്തുവിനെ. അപ്പൊ എന്താണ് അവിടെ എന്താണ് ഒരു സന്തോഷം? അവിടെ മറിയയും ജോസഫും അദ്ദേഹം ഓടുകയാണ്, ഹെരോദാവിൽ നിന്ന് ഓടുന്നു, മറ്റേ ഓടുകയാണ്. അവിടെ എവിടെയാണ് സന്തോഷം? ആനന്ദത്തിന്റെ ആഘോഷമൊക്കെ എന്ന് പറയുമ്പോഴും എവിടെയാണ് ആഘോഷം? ആഘോഷം എന്ന് പറയുന്നത് ഒരു രക്ഷിതാവ് പിറന്നിരിക്കുന്നു എന്നതാണ്, ഒരു രക്ഷകൻ പിറവിയെടുത്തു എന്നതാണ് ആനന്ദത്തിന്റെ ആഘോഷം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം പുതിയതായിട്ട് നമ്മൾ പുതിയ ഡ്രസ്സ്, അതൊക്കെ എന്താണ് പഴയത് മാറി പുതിയതാകുകയാണ്. വലിയ നമ്മുടെ ഇടവക അലങ്കരിക്കുന്നു, വീടുകൾ അലങ്കരിക്കുന്നു, എല്ലാം ഒരു പുതുക്കത്തിന്റെ ഒരു അനുഭവമാണ്, ഒരു മാറ്റം, ഒരു പുതുക്കത്തിന്റെ ഒരു അനുഭവമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്താ വിഷയം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. ഒരു വാക്യം മാത്രം ഞാൻ വായിച്ചു കൊടുത്തു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിൽ കിടത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. വചനമാകുന്ന ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർത്ത ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് പ്രതി സ്നേഹത്തിന്, മനുഷ്യരുടെ പ്രതിയുള്ള സ്നേഹത്തിന്റെ ഭാഗമായി മനുഷ്യ ജഡം ധരിച്ച് വന്നവനായ ദൈവം, അങ്ങയുടെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ ജനനത്തെ ഉൾക്കൊണ്ടു, അങ്ങയുടെ ജനനത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവിക്കുവാനും അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടമൊരുക്കി ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഇടയാക്കണം. അടിയന്റെ വായിലെ വാക്കുകളും ജനങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ ഇടയാകട്ടെ. സകലമേശ് ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. So Christmas, birth of Christ, be the space for Christ. ജനന പെരുന്നാൾ, ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന് ഒരു ഇടമായി ഇരിക്കുക. ഇതാണ് നമ്മൾ സഭയിലായി ചിന്തിക്കുന്ന ചിന്താ വിഷയം. അതിനെക്കുറിച്ച് തന്നെ ചില വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇന്ന് കേട്ട പാട്ടുകളും എല്ലാം മതി. എന്താണ് ക്രിസ്മസ് എന്ന് ഒരു പ്രസംഗത്തിന്റെ ഒരു ആവശ്യമില്ല, അല്ലെ? നമ്മൾ കേട്ട വാക്ക്, നമ്മൾ വായനയും അല്ലെങ്കിൽ കേട്ട പാട്ടുകൾ, അത് മതി ക്രിസ്മസ് എന്താണെന്ന് നമ്മൾ അറിയാം. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് ഒരു ജനന പെരുന്നാൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ചർച്ചിൽ അതിന് എൽദോ പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത്. ജനനം ഒരു പുൽക്കൂട്ടിൽ ഒരു പൂക്കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അവിടെ പൂക്കാലം? ഒരു രക്ഷകൻ പിറവി എടുത്തിരിക്കുന്നത്. എന്താണ് ക്രിസ്മസ്? ഇവിടെ അച്ഛൻ ചില കാര്യങ്ങൾ നമ്മളെ അറിയിച്ചു. എന്താണ് ക്രിസ്മസ് എന്നത്? എന്തിനാണ് ഇവിടെ ഒരു ജനനത്തിന്റെ ആവശ്യം? എന്തിനാണ് ക്രിസ്തു ജനിച്ചത്? ഇവിടെ ജനനത്തിന്റെ എന്തായിരുന്നു ഒരു ആവശ്യം? ഞാനൊരു കഥ യൂട്യൂബിലെ പ്രസംഗത്തിൽ അച്ഛനെ കേൾക്കുകയുണ്ടായി. അവിടെ മനോഹരമായി അച്ഛൻ ആ കഥ പറയും. ഒരു രാജാവും ഒരു മന്ത്രിയും. മന്ത്രി എപ്പോഴും ആചാര്യനായ മന്ത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ദൈവം മനുഷ്യപുത്രനായി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ രാജാവ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് ദൈവം ബലഹീനനായി, അല്ലെങ്കിൽ ദൈവം എല്ലാ പവറും അല്ലെങ്കിൽ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യനായി തീർന്നത് രാജാവ് പറയും. എന്നാൽ ഇതിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ആ മന്ത്രിക്ക് സാധിച്ചില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു നദിയിൽ കൂടി വെള്ളത്തിൽ അല്ലെങ്കിൽ പെട്ടകത്തിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി. അന്നേരം രാജാവും മന്ത്രിയും കുടുംബാംഗങ്ങളും എല്ലാവരും ഉണ്ട്. രാജാവിന് ഒരു കുഞ്ഞുണ്ട്, ഒരു വയ്യാത്ത ഒരു സിക്കായ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ മന്ത്രിയുടെ ഏൽപ്പിക്കുകയാണ്. മന്ത്രിയും രാജാവും എല്ലാ കുടുംബാംഗങ്ങളും ഭടന്മാരും എല്ലാം ഇങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. പെട്ടെന്ന് ഈ മന്ത്രി ഈ കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിനകത്തോട്ട് ഇട്ടു. അപ്പോൾ ഉടനെ തന്നെ രാജാവ് എടുത്ത് ചാടി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞല്ലായിരുന്നു, അത് പാവയായിരുന്നു. എന്നാൽ രാജാവ് കരയിൽ കയറി കഴിഞ്ഞ് രാജാവ് ശുഭിതനായി. രാജാവ് ദേഷ്യപ്പെട്ടു. നീ എന്തിനാ രാജാവിനെയാണ് കളിയാക്കി എന്നോട് പറഞ്ഞുകൊണ്ട് അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവ് എന്തുകൊണ്ടാണ് എടുത്തു ചാടിയത്? ഇവിടെ ഭടന്മാരുണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു, മറ്റു ആൾക്കാരുണ്ടായിരുന്നു. എന്തിനാ രാജാവ് എടുത്തു ചാടിയത്? എന്റെ മകനാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചാടിയത്. ഞാൻ അങ്ങനെ മറ്റു ആൾക്കാരെ നോക്കത്തില്ല, എന്റെ സ്വന്തം മകനാണ്. അപ്പോൾ മന്ത്രി അവിടെ രാജാവിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെയാണ് ദൈവം പാപത്തിൽ മുങ്ങിത്താഴുന്ന ജനങ്ങളെ, പാപത്തിൽ മുങ്ങിത്താഴുന്ന തന്റെ സൃഷ്ടിയെ രക്ഷിക്കുവാൻ വേണ്ടി സ്വയം മനുഷ്യജനം ധരിച്ച് വന്നവനായ ക്രിസ്തു. അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ക്രിസ്തു തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത് മനുഷ്യനായി തീർന്നതോടുകൂടിയാണ്. നമ്മൾ വായിക്കുമല്ലോ, തന്റെ സ്നേഹം ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ഒരു ദുഃഖത്തിന്റെ കാരണമാണ്. ഒരു ദൈവത്തിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു. മനുഷ്യൻ പാപത്തിൽ മുങ്ങിത്താഴുകയാണ്. ആ ദുഃഖത്തിന്റെ, ആ സ്നേഹത്തിന്റെ ഫലമായി മനുഷ്യജനം ധരിച്ച ഒരു ക്രിസ്തു, ഒരു ദൈവം, ഒരു ഉടമ്പടി ബന്ധത്തിന്റെ ഭാഗമാണ്. ഉടമ്പടിയും കരാറും തമ്മിൽ ഒരു വ്യത്യാസമാണ്. അഗ്രിമെന്റ് ആണ് കവനന്റ്. കവനന്റ് എന്ന് പറയുമ്പോൾ മറ്റേയാള് മാറിപ്പോയാലും ഇയാള് മാറിപ്പോയില്ല. അതേപോലെ നമ്മൾ ഏറ്റവും നല്ല ഉദാഹരണം ഉടമ്പടി വന്നത് കാണുന്നത് ഇസ്രായേൽ ജനങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവന്നു. എന്നാലും ഇസ്രായേൽ ജനങ്ങൾ എവിടെയാണ്? പിന്നെ മാറിപ്പോവുകയാണ്. എവിടെ? ദൈവത്തിന്റെ വഴിയിൽ നിന്ന് നമുക്ക് ആ കഥയൊക്കെ അറിയാം. എന്നാൽ ഒരിക്കലും മാറാത്ത, കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ഉടമ്പടി ബന്ധത്തിലാണ് നമ്മൾ. ആ ഉടമ്പടി ബന്ധത്തിൽ നമ്മൾ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അവിടെ ഒരു ഇടം സൃഷ്ടിക്കുകയാണ്, ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള ഇടം. നമ്മൾ അതിന് ഈ ക്രിസ്മസ് നൽകുന്ന സന്ദേശം, നമ്മൾ ക്രിസ്തുവിന് ഒരു ഇടമായിരിക്കുക എന്നതാണ്. നമ്മൾ പലപ്പോഴും ഇന്ന് ലോകത്തിന് മറ്റു ഇടങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്, ക്രിസ്തുവിന് ഇടം കൊടുക്കാതെ പോകുന്നു. ഇടത്തിന് ഒരു പ്രാധാന്യമുണ്ട്, ഒരു സ്ഥലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഇടം നഷ്ടപ്പെട്ടവർക്ക് ഇടം നൽകുവാൻ വേണ്ടിയാണ്. എല്ലാവരും തുല്യരാണെന്നും എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നത്. മനുഷ്യരുടെ മധ്യേ ഇടം കിട്ടാതെ പോയ ക്രിസ്തു എന്നാൽ അതിലും ഒരു സാധ്യത പുറപ്പെടുവിക്കുകയാണ്. ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് ക്രിസ്തു ജനിക്കുകയാണ്. ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ചിന്ത, റിക്കഗ്നൈസ് അവർ ഓൺ സ്പേസസ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇടങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തിന് ഇടം കൊടുക്കുന്നവരായി തീരണം. നമ്മൾ ദൈവത്തിന് ഇടം കൊടുക്കുമ്പോൾ നമ്മൾ പല സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമ്മൾ പല ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. യോസഫിനും മറിയയ്ക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അല്ലെ? നവദമ്പതികൾ കല്യാണം കഴിക്കാൻ പോകുന്നു അല്ലെ? നമുക്കും പല ആഗ്രഹങ്ങളുണ്ട്. ഇന്ന് ജോലി കിട്ടിയവർ അവർ കല്യാണം കഴിക്കണം, മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ
ഐസക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അവന് ആഗ്രഹം ഉണ്ടാകും, ആ 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കും, പിന്നെ ഹണിമൂൺ ഇവിടെ പോകണം, അങ്ങനത്തെ ആഗ്രഹം. ഇപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് അച്ഛൻ നമ്മുടെ ഇടവകയിലുണ്ട്. അപ്പോൾ അച്ഛനും ഇപ്പോൾ കല്യാണം ആഗ്രഹം ഒരു സാധ്യത ഞാനിതിൽ തിരുമേനി എന്തിനാവുന്നത് ക്ഷമിക്കണം. അന്നേരം അത് പല ആഗ്രഹങ്ങളാണ് നമ്മുടെ മുമ്പിൽ അല്ലേ. അന്നേരം ഇവിടെയും ജോസഫും മറിയയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ദൂതന്റെ അരുളപ്പാടുണ്ടാകുന്നതിന് മുൻപേ തന്നെ. എന്നാൽ അവരുടെ ഇടത്തെ, അവരുടെ സ്പേസിനെ അവർ മാറ്റുകയാണ്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങൾ, അവരുടെ സ്പേസ് അവർ മാറ്റുകയാണ്. അവരുടെ ആഗ്രഹങ്ങളെ അവർ മാറ്റിവെക്കുകയാണ്. എന്തിനാണ്? ദൈവത്തിനൊരു ഇടം കൊടുക്കുവാൻ, ദൈവഹിതത്തിന് വേണ്ടി ഒരു ഇടം കൊടുക്കുവാൻ വേണ്ടി അവർ മുൻപോട്ട് പോവുകയാണ്. നമ്മൾ പലപ്പോഴും ഇടം നഷ്ടപ്പെട്ടവരാകുമ്പോൾ ദൈവം നമുക്കൊരു ഇടം ഒരുക്കും. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളല്ല, ദൈവത്തിന്റെ ഹിതം നിറവേറുവാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. ജോസഫും മേരിയും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഇടം കൊടുത്തു, ക്രിസ്തുവിന്റെ ജനനത്തിന് ഒരു ഇടം കൊടുത്തു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളോടുള്ള ചോദ്യമാണ്, നമ്മൾ നമ്മുടെ ഇടങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അവിടെ ഒരു ഡിസ്റ്റർബായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഹെരോദാവ്. അവന്റെ ഇടം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിൽ അവൻ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നു. 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് മറിയയ്ക്കും ജോസഫിനും ഒരു അരുളപ്പാടുണ്ടാകുന്നത്. എന്താണ് ഈ 400 വർഷത്തെ നിശബ്ദത? നമ്മൾ ഇടം കൊടുക്കാതെ പോകുമ്പോഴാണ് ഈ നിശബ്ദത വരുന്നത്. എന്നാൽ ഈ 400 വർഷങ്ങൾക്ക് ശേഷം എലിസബത്തും സക്കറിയയ്ക്കും ഒരു അരുളപ്പാടുണ്ടാകുകയാണ്. 400 years of silence അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. ഒരു 400 years of silence അവിടെ ബ്രേക്ക് ചെയ്യുന്നത് ജോസഫും മറിയയും കൂടിയാണ്. പ്രിയമുള്ളവരെ, ദൈവം, നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദൈവം നിശബ്ദനാണ്. എന്നാൽ ദൈവം നിശബ്ദനല്ല. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ പോവുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് ഇടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, നമ്മുടെ ഇടങ്ങൾ താഴ്മയുടെയും ക്ഷമയുടെയും ഇടങ്ങളായി മാറേണ്ടതാണ്. സ്നേഹത്തിന്റെ ഇടങ്ങളായി മാറേണ്ടതാണ്. പ്രത്യാശയുടെ ഇടങ്ങളായി മാറേണ്ടതാണ്. A space for hope, a space for love, a space for humbleness and forgiveness. എന്ന് പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇടങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നു. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കും, ശത്രുവിൽ നിന്നെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ അതൊരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത് പ്രിയമുള്ളവരെ. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു അത് പഠിപ്പിക്കുന്നു, ശത്രുവിനെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുവാൻ വേണ്ടിയുള്ള സന്ദേശമാണ് ക്രിസ്തു നൽകുന്നത്. നമുക്ക് പല ഇടങ്ങളുണ്ട്. ഇന്ന് ഡാറ്റ അല്ലെങ്കിൽ ഫോണിന്റെ ഡാറ്റ ഇത് വെച്ച് നോക്കുമ്പോൾ 100 GB 1 TB ഉള്ള സ്റ്റോറേജ് സ്പേസസ് നമുക്കുണ്ട്. എന്നാൽ ആ സ്പേസസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? 1 TB സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ സ്പേസസ്, ആ ഇടത്തിൽ എന്തൊക്കെയാണ് നിറച്ചു വെച്ചിരിക്കുന്നത്? അവിടെ ക്രിസ്തുവിന് ഒരു ഇടമുണ്ടോ? A space for Christ in our personal space. നമ്മുടെ ഇടങ്ങളിൽ ക്രിസ്തുവിന് ഒരു ഇടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഇടങ്ങൾ പ്രത്യാശയുടെ ഇടങ്ങളായി മാറേണ്ടതാണ്. ഒരു സാക്ഷ്യത്തിന്റെ ഇടങ്ങളായി മാറേണ്ടതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സാക്ഷീകരിക്കുവാൻ സാധിക്കണം, ഇവൻ ക്രിസ്തു ഉള്ളവനാണെന്ന്. ഇന്ന് ഇടങ്ങൾ അല്ലെങ്കിൽ സ്പേസ് ഓഫ് ഹോപ്പ് എന്ന് പറയുമ്പോൾ, പ്രത്യാശയുടെ ഇടങ്ങൾ എന്ന് പറയുമ്പോൾ, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അനേകം മിഷൻ ഫീൽഡുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അനേകം മിഷൻ ഫീൽഡുകൾ, അനേക അച്ഛന്മാർ, അനേകം മിഷണറിമാർ പ്രവർത്തിക്കുന്നു. ഒരു പ്രത്യാശയാകുവാൻ വേണ്ടിയാണ്, പ്രത്യാശ അറ്റവർക്ക് പ്രത്യാശയാകുവാൻ വേണ്ടിയാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചിക്ബലാപൂർ അല്ലെങ്കിൽ ബീലസാന്ദ്ര എന്ന ആ ബെൽറ്റിലുള്ള മിഷൻ ഫീൽഡ്, അവിടെ ഒരു ബിജുവാന എന്ന് പറഞ്ഞ സ്ഥലം. ബിജുവാന സ്ഥലത്തിൽ ഒരു ആ കുടുംബം അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രരായ താഴ്ന്ന ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ബിജുവാന സ്ഥലത്തിൽ. അവർ വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. അവിടെ ഗൗഡ ഫാമിലിയാണ് ഏറ്റവും റൂൾ ചെയ്യുന്ന ഫാമിലി. അവരുടെ ഇടയിൽ ഈ പാവപ്പെട്ടവർ ചെന്ന് അധ്വാനിക്കും. അവരുടെ പോമോഗ്രാനേറ്റും ഗ്രേപ്സ് അല്ലെങ്കിൽ മുന്തിരിത്തോട്ടങ്ങളിലെല്ലാം അവർ ജോലി എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അവർ ഒരു ദിവസത്തെ ശമ്പളം എന്തുവാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ചെറിയ കുപ്പി ചാരായമാണ്. അവർക്ക് പൈസ ഇല്ല, ഒന്നുമില്ല. ചെറിയ കുപ്പി ചാരായമാണ് അവരുടെ വേജസ്. എന്നാൽ അതിന്റെ മധ്യേ മാർത്തോമാ സഭയിൽ മറ്റ് നമ്മുടെ മിഷണറിമാർ അവിടെ പ്രവർത്തിക്കുകയും ലൈഫ് ടു ലൈഫ് എന്ന പ്രൊജക്റ്റിൽ അവിടെ വിദ്യാഭ്യാസം അവരുടെ മക്കൾക്ക് നൽകുകയും
അവിടെ അച്ഛന്മാർ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ഇന്ന് അവിടെ ഒരു ഇടവകയുണ്ട്. 100-ലധികം അംഗങ്ങളുള്ള ഇടവക, വിശ്വാസത്തിൽ മുന്നേറുന്ന ഇടവക. പ്രിയമുള്ളവരെ, അവിടെ ഏറ്റവും നല്ല ഒരു സാക്ഷ്യമാണ് സാബു തോമസ് അച്ഛൻ എന്ന അച്ഛൻ നയിക്കുന്നത്. ആ അച്ഛന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് അവിടെ ഒരു പ്രത്യാശയുടെ ഇടം അച്ഛന് കൊടുക്കാൻ സാധിച്ചു. അതിന്റെ ഭാഗമായി ഇന്ന് ആ ഇടവകയിൽ നിന്ന് ഈ വർഷം പട്ടം കിട്ടിയ നമ്മുടെ ഡേവിസ് അച്ഛന്റെ ബാച്ചിൽ തന്നെ ഉള്ള സന്ദീപ് പോൾരാജ് അച്ഛൻ, എൻ്റെ കൂടെ പഠിക്കുന്ന, എൻ്റെ ബാച്ചിൽ പഠിക്കുന്ന അഭിഷേക് ഗംഗാധർ, എൻ്റെ ജൂനിയർ ബാച്ചിൽ പഠിക്കുന്ന ആകർഷ് എം, ഇപ്പോൾ ഓറിയന്റേഷൻ കഴിഞ്ഞ് ഇനിയും സെമിനാറിലേക്ക് വരാൻ പോകുന്ന വേറൊരു വിദ്യാർത്ഥി. പ്രിയമുള്ളവരെ, നിരന്തരം ഒരു വർഷവും ഇടവിടാതെ അവിടുന്ന് ഓരോ വിദ്യാർത്ഥികൾ വരികയാണ്. എല്ലാ വർഷത്തിനും ആ ഇടവകയിൽ നിന്ന് ഓരോ വിദ്യാർത്ഥികളുണ്ട്. പ്രത്യാശയുടെ ഇടങ്ങൾ. നമ്മൾ പലപ്പോഴും പ്രത്യാശയില്ലാതെ പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഇവരെ കണ്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കണം. അവർ പ്രത്യാശയുടെ ഇടങ്ങളായി, സ്നേഹത്തിന്റെ ഇടങ്ങളായി അവർ മാറുന്നു. ഇന്നത്തെ ലോകത്തിൽ പണത്തിനും പദവിക്കും പ്രാധാന്യം നൽകുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് ഇടം നൽകുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിത ഇടങ്ങൾ ക്രിസ്തുവുള്ള ഇടങ്ങളായി മാറട്ടെ. Let our spaces be a space for Christ. Through our action, through our words, through our character, be a testimony that reflect Christ in us. We are called to bear the gospel. ആദ്യത്തെ സുവിശേഷം പ്രവചിച്ചത് ആട്ടിടയരാണ്. ഏറ്റവും താഴ്ന്ന ജനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ. ആട്ടിടയനാണ് ആദ്യ സുവിശേഷം പ്രഘോഷിച്ചത്. അവർക്കാണ് ആ ദൂതൻ അരുളപ്പാടുണ്ടായത്, ഒരു രക്ഷകൻ പിറക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഈ ക്രിസ്മസിൽ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിന്റെ സദ്വർത്തമാനം ഘോഷിക്കുവാൻ വേണ്ടി ഒരു പ്രതീക്ഷയാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത ഇടത്തിൽ നിന്നും നിത്യ പ്രതീക്ഷയിലേക്ക് നമ്മളെ വിളിക്കുന്നു. യോസഫും മേരിയുടെയും ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഇടം നൽകുന്നത്? യോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും. യോസഫ് ഇടം നൽകിയ എന്തൊക്കെയാണ്? യോസഫിന്റെ പ്രതികരണം എന്തുവായിരുന്നു? വാട്ട് ഈസ് അവർ റെസ്പോൺസ്? വാട്ട് ആർ അവർ സ്പേസസ്? യോസഫിന്റെ പ്രതികരണം എന്തുവായിരുന്നു? അവൻ നീതിമാനായിരുന്നുകൊണ്ട് ആദ്യം നമ്മൾ ദൂതന്റെ അരുളപ്പാട് ഉണ്ടാകുന്നതിന് മുമ്പേ യോസഫ് നമ്മൾ വായിക്കുന്നു, യോസഫ് ഗൂഢമായി മറിയെ ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ എന്തോ ചെയ്തത്? നമ്മുടെ ഇടത്തെ, നമ്മുടെ നിയമത്തെ വളച്ചൊടിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ ഫേസ്ബുക്കിലും എല്ലാം ഫ്ലാഷ് ചെയ്തതിനെ ന്യൂസ് അല്ലേ? എന്നാൽ ജോസഫ് അവിടെ നിയമത്തെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഹി യൂസിങ് ദ ലോസ്. അവൻ അവിടെ ഒരു കമ്പാഷനേറ്റ് പേഴ്സണായി മാറുകയാണ്, ഒരു നീതിമാനായ ജോസഫ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ക്ഷമിക്കാൻ വേണ്ടി മറന്നു പോവുകയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടി മറന്നു പോവുകയാണ്. ക്രിസ്തു ഇടങ്ങളാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരുവാൻ സാധിക്കണം. നമ്മൾ ക്രിസ്തുവിന് ഇടം കൊടുത്താൽ അവന്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഇടത്തിലേക്ക് നമ്മെ അവൻ ചേർത്തുകൊള്ളും. When we give our space to Christ, the Christ will give the space which he is secured for us in heaven. നമ്മൾ ക്രിസ്തുവിന് ഇടം കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനം. Now, for one again, I would like to invite our choir for their song. Gloria, gloria,
I would like to invite Appu and Brooke for their group song. प्रिय परमेश्वर की महिमा हो। धन्यवाद करता हूँ कि इस साल भी करोल सर्विस हमको करोल हमारे गुड़े आएगा और एनकरेजमेंट आएगा तो संतोष आएगा प्रत्येक थैंक्स वाले पूरे करोल सॉन्ग्स में हमारे साथ में थे और गुजर लोग भी हमारे को वसीला उनको मैं धन्यवाद देता हूँ और हमारे यूथ को स्पेशल थैंक्स देता हूँ हमारे जो
സ്തോത്രം കർത്താവേ. ഞങ്ങളെ അത് സ്നേഹിക്കുന്ന കർത്താവിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവർക്ക് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 2 3 പേർ നിരുനാമത്തിൽ ഇവിടെ കൂടി 4 പേരുടെ മധ്യേ നിന്നുള്ളതെന്ന് വാക്കിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, എല്ലാവരെയും കാത്തുകൊള്ളണമേ, പരിപാലിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അച്ഛനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോരുത്തരെയും നിറച്ചുകൊള്ളുന്നത് എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Evening. Let us end this beautiful evening by singing Silent Night together in unity and peace. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായും ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ദർശനസിംഹാസനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a happy